നമസ്കാരം. നാം നിൽക്കുന്നത് ചിറ്റൂർ ഉപജില്ല കലോത്സവം നടക്കുന്ന ശ്രീകൃഷ്ണയുടെ മണ്ണിലാണ്. ഇവിടെ വ്യത്യസ്ത വേദികളിലായി വിവിധ പരിപാടികൾ അരങ്ങിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അധ്യാപകരോടും രക്ഷിതാക്കളോടും അവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം, ഞാൻ ഹരിഷാൻ പുതുമന. ഒരുപക്ഷെ നിങ്ങൾ കുറച്ചു പേർക്കെങ്കിലും എന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഞാനൊരു ആക്ടറാണ്, ഡബിംഗ് ആർട്ടിസ്റ്റാണ്. ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് എന്നെ സംബന്ധിച്ച്. ദിവസങ്ങളാണ് ഈ കടന്നു പോകുന്നത്, ഇന്നലെ മുതൽ ഇനിയുള്ള 2 ദിവസവും കൂടി. കാരണം എന്റെ നാട്ടിലെ എന്റെ സ്കൂളിലെ സബ് ജില്ലാ കലോത്സവം നടക്കുന്നു. 84ഓളം സ്കൂളുകൾ പങ്കെടുക്കുന്ന ഈ സബ് ജില്ലാ യൂത്ത് ഫെസ്റ്റിവലിൽ ഒരു പ്രേക്ഷകനായിട്ട്, ഒരു കാണിയായിട്ട് എനിക്ക് വരാൻ സാധിച്ചു. ഞാൻ ആരെയും അറിയിച്ചില്ല. ഭയങ്കര സന്തോഷമായിട്ട് വളരെ ഒതുങ്ങി പതുങ്ങിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്റെ കൂടെ പഠിച്ചവരും ഒക്കെയാണ്, ഇവിടുത്തെ അധ്യാപകരും ഒക്കെ. അപ്പൊ പിന്നെ ഒരു ഔപചാരികതയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അങ്ങനെ കുറെ പ്രോഗ്രാംസ് ഒക്കെ ഞാൻ കണ്ടു. ഇതിൽ ഏറ്റവും എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടുത്തെ സ്കൂളിന്റെ ഈ യൂത്ത് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രോഗ്രാം കമ്മിറ്റി, അതുപോലെ തന്നെ NSSലെ കുട്ടികൾ, ഇവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന കുറച്ച് കടകൾ, എസ്പെഷ്യലി E2 കട, അതൊക്കെ വളരെ മനോഹരമായിട്ട്, വളരെ വൃത്തിയായിട്ട്, വളരെ നല്ല ശുചിത്വത്തോടുകൂടി അത് ചെയ്യുന്നുണ്ട്. ഒരുപാട് പ്രോഗ്രാമുകൾ എനിക്ക് കാണാനുണ്ട്. ഒരുപാട് സന്തോഷം. ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ചേച്ചി, ഞങ്ങൾ ഈ സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് വരികയാണ്. അപ്പൊ ചേച്ചി ഇവിടെ പാരന്റ്സ് ആയിട്ട് വന്നതാണ്? എന്ത് പ്രോഗ്രാമിനാ വന്നത്? പ്രോഗ്രാം ഞങ്ങൾ ഇവിടെ GLP സ്കൂളിലാണ്. കുട്ടികളുടെ പാരന്റ്സ് ആണ്. അപ്പൊ ഇവിടെ സ്കൂൾ ഇഷ്ടമായ കലോത്സവം സ്റ്റേജ് പഠിച്ച സ്കൂൾ തന്നെയാണ്. ഇവിടെ സ്കൂള് എന്താണ് സ്റ്റേജ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ചേച്ചിക്ക് ഇഷ്ടമായ? ഫുഡ് ചേച്ചി NSS ക്യാൻറ്റീനിൽ കയറിയായിരുന്നു? അവിടെ പിള്ളേരൊക്കെ എങ്ങനെ? കുഴപ്പമില്ലാണ്ടായിരുന്നു. ഫുഡൊക്കെ ഇഷ്ടമായി? താങ്ക് യു. ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? ഏത് പരിപാടിക്ക് വേണ്ടിയാണ്? ടീച്ചർക്ക് ഇവിടെ വന്നപ്പോ അവരുടെ എന്താണ് സ്റ്റേജ് അറേഞ്ച്മെന്റ്സും അതൊക്കെ കംഫർട്ടായി? അവിടെ NSS ക്യാൻറ്റീനിൽ കയറിയായിരുന്നു? അവിടെ ആ കുട്ടികളുടെ അതൊക്കെ ഫുഡും അതൊക്കെ ഇഷ്ടമായി? ഇവിടെ അവര് വെൽക്കം ചെയ്ത രീതി അവർക്ക് ശ്രദ്ധിച്ചില്ല. സറൗണ്ടിങ്സ് അതൊക്കെ? താങ്ക് യു സാർ. ഞങ്ങൾ ഈ സ്കൂളിന്റെ സ്റ്റുഡൻസ് ഭാഗമായിട്ട് കുറച്ച് റിവ്യൂ എടുക്കാൻ വേണ്ടി വന്നു. സാറ് ടീച്ചറാണ്? അതെ, ഞാൻ അധ്യാപകനാണ്. സ്കൂളിൽ ഞാൻ അപ്പുപ്പള്ളി സ്കൂളിലെ സംസ്കൃത അധ്യാപകനാണ്. ഇവിടെ പ്രോഗ്രാം എന്റെ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. എന്ത് പ്രോഗ്രാം? ഇവിടെ സംസ്കൃതോത്സവത്തിന്റെ വേദിയാണ്. അപ്പൊ സംസ്കൃതത്തിൽ 18ഓളം ഇനങ്ങളുണ്ട്. അപ്പൊ ഇന്ന് പദ്യം ചൊല്ലല്, അതുപോലെ അക്ഷരശ്ലോകം തുടങ്ങിയ കാര്യങ്ങളാണ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ഹൈസ്കൂളിലെ പാഠകം പോലുള്ള കാര്യങ്ങളും ഇന്നുണ്ട്. ഇന്നിപ്പോ ഞാൻ മാത്രമേ ഉള്ളൂ. കാരണം ഇന്ന് ആകെ എന്റെ സ്കൂളിൽ നിന്ന് 3 കുട്ടികളെ പങ്കെടുക്കുന്നു. അതുകൊണ്ട് ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ സ്കോട്ടിംഗ് ആയിട്ട്. സറൗണ്ടിങ്സ് നല്ല സറൗണ്ടിങ്സ്. എന്തായാലും നമുക്ക് അങ്ങനെ ശബ്ദത്തിന്റെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം നല്ല വലിയ ഗ്രൗണ്ട്, അത്യാവശ്യത്തിന്. പക്ഷെ പങ്കാളിത്തം വളരെ കുറഞ്ഞു പോയെന്ന് എനിക്ക് സംശയം. കാരണം സാധാരണ കലോത്സവം എന്ന് പറയുമ്പോൾ ധാരാളം കുട്ടികളെ കാണുന്ന ഒരു ഇതിൽ നിന്ന് കുട്ടികളുടെ എണ്ണത്തിൽ കുറവോ അതോ ഈ നാളെ മുതൽ ഇതിൽ എണ്ണം കൂടുതൽ വരാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ഒരു കലോത്സവത്തിന്റെ ഒരു കൊഴുപ്പ് അങ്ങോട്ട് ഈ ലേശം കിട്ടാത്ത പോലെ തോന്നി കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട്. ആൾക്കാർ കുറഞ്ഞതുപോലെ തോന്നി. അത് സ്ഥലത്തിന്റെ വലിപ്പം കൊണ്ട് എണ്ണം കുറഞ്ഞതാണോ സംശയം. അതായത് അത്രയും വിസ്തരിച്ചാണ് കാര്യങ്ങൾ കിടക്കുന്നത്. പല ഭാഗത്തേക്ക് കിടക്കുന്നത് കൊണ്ടും കുട്ടികളുടെ എണ്ണത്തിൽ സാധാരണ കലോത്സവം പറയുമ്പോൾ അതിന്റെ ഒരു കുഴപ്പമില്ല. എന്നാലും നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇനി അടുത്ത 2 ദിവസം കൊണ്ട് കലോത്സവത്തിന്റെ ആ ഒരു എന്താ പറയാ പഞ്ചിലേക്ക് എത്തുന്നു വിചാരിക്കാം. ഫുഡൊക്കെ സാർക്ക് എങ്ങനെ? നല്ല നന്നായിരുന്നു. ഫുഡ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കയറിയിരുന്നു. അവിടെയും പിള്ളേര് നല്ല ഇഷ്ടംപോലെ ആളുകൾ സ്വീകരിക്കാനുണ്ട്. അവര് നമ്മളെ നല്ലതായിട്ട് ഗവനിക്കുന്നുണ്ട്. കൃത്യമായിട്ട് നന്നായിട്ട് നല്ല ഫുഡ്. അത് ഞാനൊരു സർബത്താണ് അവിടുത്തെ കുടിച്ചത്. നന്നായിരുന്നു. കുട്ടികൾ ചെയ്താണെന്നൊന്നും തോന്നില്ല. പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ ചെയ്ത പോലെ തന്നെ നന്നായിട്ടുണ്ടായിരുന്നു. സ്റ്റേജ് അറേഞ്ച്മെന്റ്സും ടീച്ചേഴ്സും എല്ലാം ഒട്ടുമിക്ക നല്ല രീതിയിൽ തന്നെയാണ് നടന്നു പോകുന്നത്. മഴയുടെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായെങ്കിലും ആയ ദിവസം പക്ഷെ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കംഫർട്ടാണ്. തീർച്ചയായിട്ടും കംഫർട്ടാണ്. ഓക്കെ, താങ്ക് യു.
ചേച്ചി ഞങ്ങൾ ഈ സ്കൂളിന്റെ ഭാഗത്ത് സ്റ്റുഡൻസ് ആയിട്ട് കുറച്ച് റിവ്യൂ എടുക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ചേച്ചി പാരന്റ് ആണ്? അല്ല, ഞാൻ ടീച്ചറാണ്. അവിടെ ഏത് സ്കൂൾ ടീച്ചർ? ഞങ്ങൾ കുടുംബി UP സ്കൂളിലെ ടീച്ചറാണ്. അപ്പോൾ എന്ത് പ്രോഗ്രാമിന് വേണ്ടിയാണ്? ഞങ്ങൾ സാൻസ്ക്രിറ്റ്, മോണോ ആക്ട്, ദെൻ സംസ്കൃതവുമായി റിലേറ്റ് ചെയ്ത് കുറച്ച് പ്രോഗ്രാം ഉണ്ട്. പിന്നെ കന്നഡയിൽ 2-3 പ്രോഗ്രാം. ടീച്ചർക്ക് ഇവിടെ സറൗണ്ടിങ്സും ഇതൊക്കെ ഇഷ്ടമാണ്? ഇഷ്ടമായി. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്, കുഴപ്പമില്ല, എല്ലാ സൗകര്യവും ഉണ്ട്. പക്ഷെ ഓരോ പ്രോഗ്രാമും ഓരോ അറ്റത്ത് LP UP ഓരോ അറ്റം ആയത് കാരണം ഒരുപാട് ഓടേണ്ടി വന്നു. പക്ഷെ അതർവൈസ് കുഴപ്പമില്ല. ഫുഡൊക്കെ എങ്ങനെയാണ്? ഫുഡ് നന്നായിരുന്നു. ടീച്ചർ NSS ക്യാൻറ്റീനിൽ കയറും? ഇല്ല, കയറിയില്ല. അങ്ങനെ അവിടെ കയറുകയാണെങ്കിൽ അവിടെ പിള്ളേൻ്റെ ഇതൊക്കെ നോക്കിയിട്ട് ഒന്ന് പറയാം, അഭിപ്രായം പറയാം. ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് സ്നാക്സുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു NSS വോളണ്ടിയേഴ്സ്. അപ്പൊ വാങ്ങാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ലഞ്ച് ടൈം ആയതുകൊണ്ട് വാങ്ങിയില്ല. ടീച്ചർക്ക് അപ്പൊ മൊത്തത്തിൽ ഒരു കംഫർട്ട്നെസ്? കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ആംബിയൻസ് ആയിരുന്നു. അപ്പൊ നിങ്ങൾ മാത്രം വന്നിട്ടുള്ളൂ? ഇല്ല, വേറെയും പ്രോഗ്രാമിന് വേറെ ഓരോ സ്റ്റേജിലായിട്ട് ടീച്ചേഴ്സും ഉണ്ട്, പാരന്റ്സും ഉണ്ട്, സ്റ്റുഡൻസും. ടീച്ചർക്ക് ഫുള്ള് ഇഷ്ടമായി? കുഴപ്പമില്ല. നാളെ ഇനി വരണ്ട? നാളെ മറ്റന്നാളൊക്കെ ഞങ്ങൾക്ക് പ്രോഗ്രാം ഉണ്ട്. ഫുള്ള് വന്നിട്ടൊന്ന് നോക്കിയിട്ട് അഭിപ്രായത്തില. ഓക്കെ, ഷുവർ. താങ്ക് യു. ഈ സ്കൂളിൽ നിന്ന് ഭാഗത്തിന് NSS ഭാഗത്തായിട്ട് വരികയാണ്. കുറച്ച് റിവ്യൂ ചോദിക്കാൻ വേണ്ടി വന്നതാണ്. തീർച്ചയായിട്ടും NSS എന്ന് പറഞ്ഞ ഒരു സന്നദ്ധ സംഘടനയാണ്. അത് നമ്മുടെ +2-ലും പിന്നീട് കോളേജിലുമാണ് ഈ സന്നദ്ധ സംഘടന വ്യാപിച്ചു പോകുന്നത്. അതേസമയത്ത് ഹൈസ്കൂൾ വിഭാഗത്തിൽ പല സംഘടനകളും ഉണ്ട്. പക്ഷേ നമ്മുടെ +2 ലെവലിൽ നോക്കുകയാണെങ്കിൽ NSS സംഘടനയാണ് നമുക്ക് ഒരു മുതൽക്കൂട്ടായിട്ടുള്ളത്. നല്ല ഒരു അവരുടെ ഒരുക്കങ്ങളും അതുപോലെ ഇവിടെ നമുക്ക് പറയാൻ പറ്റാവുന്ന വർണ്ണശബളമായ ചില കാഴ്ചകളും നമുക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സാർ ഇവിടെ ടീച്ചറാണ്? ഞാനിവിടെയല്ല, ഞാൻ വേറൊരു സ്കൂളാണ് വർക്ക് ചെയ്യുന്നത്. പിള്ളേരെ വിളിച്ചിട്ട് വന്നോ? സ്റ്റുഡൻസിനെ വിളിച്ചു? അതെ, ഞാൻ കുറച്ച് നമ്മുടെ സ്റ്റുഡൻസിനെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ സ്കൂളിൻ്റെ ഭാഗമായിട്ട് സ്റ്റുഡൻസിനെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് പരിപാടിയായിട്ട്? സ്റ്റുഡൻസ് എന്ത് പരിപാടിയായിട്ട്? സ്റ്റുഡൻസിൻ്റെ ഇന്ന് എന്തെല്ലാം ഐറ്റം മൈമുണ്ട്, വേറെ 1-2 ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു ഉച്ചയാകുമ്പോൾ ഉദ്ദേശിച്ചു. അത് ചെറിയൊരു എന്തൊരു പരിപാടിയാണെങ്കിലും ചെറിയൊരു വൈകുമല്ലോ. അതായത് കാലതാമസം ഏതൊരു പരിപാടിയിലും ഉണ്ടാവും. ആ കാലതാമസം സ്വാഭാവികമായി നമ്മൾ എക്സ്പെക്ട് ചെയ്തു. അത് തന്നെയാണ് ഇവിടെ നടന്നത്. സാർക്ക് ഇവിടെ വെൽക്കം ചെയ്ത രീതിയൊക്കെ ഇഷ്ടമായിരുന്നു? തീർച്ചയായിട്ടും നല്ല രീതിയിൽ വളരെ വർണ്ണശബളമായ പരിപാടി എന്ന് ഞാൻ പറഞ്ഞത് തന്നെ നല്ല ഒരു കളർഫുൾ പരിപാടിയായിരുന്നു. നല്ല തീർച്ചയായും നമ്മുടെ പ്രിൻസിപ്പൽ, നമ്മുടെ ചിറ്റൂരുകാരൻ ചന്ദ്രശേഖരൻ മാഷ് പ്രിൻസിപ്പളാണ്. അദ്ദേഹം വളരെ നല്ല രീതിയിൽ മുന്നൊരുക്കം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വളരെ അപ്രീഷിയേറ്റ്. സാർക്ക് ഫുഡൊക്കെ ഇവിടെ ഇഷ്ടമായോ? ഫുഡ് തീർച്ചയായിട്ടും NSS ഇവിടെ നടത്തിയിട്ടുള്ള ചില ഒരുക്കങ്ങൾ ഫുഡിന്റെ കാര്യത്തിൽ എനിക്ക് പറയുകയാണെങ്കിൽ വളരെ ഭംഗിയായിരുന്നു. നല്ല ഒരു ടേസ്റ്റ് ഫുഡാണ്. സറൗണ്ടിങ്സും സ്റ്റേജ് അറേഞ്ച്മെന്റ്സ് ഒക്കെ സാർക്ക് ഇഷ്ടമായി? സ്റ്റേജ് അറേഞ്ച്മെന്റ് ഞാൻ കണ്ടിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നല്ലപ്പള്ളി എന്ന് പറയുന്നത് നമ്മുടെ ചിറ്റൂരിന്റെ വലിയൊരു ഭാഗമാക്കിയിട്ടുള്ള ഒരു സ്കൂളാണ്. അപ്പോൾ ഇവിടെ സ്റ്റേജ് അറേഞ്ച്മെന്റ് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ നമുക്ക് പല രീതിയിലും എന്ന് ഉദ്ദേശിക്കുന്ന പല വിഭാഗമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഓരോ സ്റ്റേജിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. സാർക്കോടെ എല്ലാം കംഫർട്ടായിരുന്നു, എല്ലാം ഇഷ്ടമായി? വെരി കംഫർട്ട്. വളരെ നമ്മൾ കംഫർട്ടായിട്ടാണ് നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. സാർക്കപ്പം മൊത്തത്തിൽ ഇഷ്ടമായി? സാർ ഇനി വരണ്ട സാർക്ക് 2 ഐറ്റംസ് ഉണ്ട്. നാളെയും മറ്റന്നാളും ഒക്കെ കുട്ടികൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ എന്ന് പറയുമ്പോൾ പല രീതിയിലാണ്. ഇപ്പൊ NSS മാതിരിയുള്ള ഒരു സന്നദ്ധ സംഘടനകളുള്ളപ്പോൾ അവരുടെ സ്വഭാവ രൂപീകരണത്തിന്റെ ഭാഗമാക്കി കൂടിയാണിത്. അപ്പോൾ അത് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് അതിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. എല്ലാ ഭാഗത്തും എല്ലാ സ്കൂളുകളിലും ഇത്തരം പരിപാടികൾ വളരെ കളർഫുൾ ആയിട്ട് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സാർക്ക് മൊത്തത്തിൽ ഇഷ്ടമായി? അപ്പോൾ എന്തായാലും 2 ദിവസം കഴിഞ്ഞിട്ട് ഇനി അഭിപ്രായം പറയാം. താങ്ക് യു. ഞങ്ങൾ ഈ സ്കൂളിന്റെ ഭാഗത്തു നിന്നാണ്. അപ്പോൾ എന്താണ് സർവേ പോലെ ഇന്റർവ്യൂ എടുക്കാൻ സാർ പേരന്റാണ്? ഇവിടെ കുട്ടികളെ വിളിച്ചിട്ട് വന്നു? അല്ല, ഞങ്ങൾ പുറത്തുനിന്ന് വന്നാണ്, കുടുംബം നിന്ന് വന്നാണ്. കുടുംബം ഓലശ്ശേരി SBS സീനിയർ ഡിസ്ട്രിക്ട് സ്കൂളിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഇവിടെ എന്ത് പ്രോഗ്രാം? നമ്മുടെ മക്കളെ നാടകമുണ്ട്, ഇപ്പോൾ ഇവിടെ കന്നഡ പദ്യം ചൊല്ലുണ്ട്, 2000 പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ സ്കൂളിൽ നിന്ന് ധാരാളം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്.
ഒത്തിരി പ്രോഗ്രാമുകളുണ്ട്. സാർക്ക് ഇവിടെ സറൗണ്ടിങ്സ് ഒക്കെ ഇഷ്ടമായോ? സ്കൂളിന്റെ സറൗണ്ടിങ്സും അതായത് സ്കൂളിൽ ഇവിടെ കുഴപ്പമില്ല, പക്ഷേ സ്റ്റേജുകൾ കുറച്ച് അകലമായോ എന്നൊരു സംശയമുണ്ട്. കാരണം ഒരേ കുട്ടി 1-2 പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമാണ്. ബാക്കിയെല്ലാം നിങ്ങൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, സജ്ജീകരണങ്ങൾ എല്ലാവർക്കും ഓക്കെയാണ്. പക്ഷേ സ്റ്റേജുകൾ തമ്മിൽ ഇത്തിരി അകലം വന്നോ എന്നൊരു സംശയമില്ല. അതെ. കാരണം ഒരേ കുട്ടിക്ക് തന്നെ 2 സ്റ്റേജിൽ പ്രോഗ്രാം ഉണ്ടെങ്കിൽ അതൊരു ചെറിയ ഇതുണ്ട്, അതുകൂടി ഒന്ന് പരിഹരിച്ചാൽ ബാക്കിയെല്ലാം നല്ല രീതിയിലാണ് സംഘാടനം നല്ല രീതിയിൽ പോകുന്നത്. ഫുഡ് നന്നായിട്ടുണ്ട്. പിന്നെ സാർ NSS ക്യാൻറ്റീനിൽ കയറിയായിരുന്നു അവിടെ? ഇല്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. അത് സാർ ഇന്ന് വന്നതാണ്. ഇന്ന് വന്നതാണ്. അപ്പോൾ സാർക്ക് അതിൽ കംഫർട്ടായിട്ട് നമ്മളിപ്പോയി വന്നതിലെല്ലാം ഓക്കെയാണ്. ഈ ഒരു ഇത് മാത്രമല്ല, കാരണം സ്റ്റേജിൽ നമ്മളെ ചെറിയൊരു അകലം, കാരണം നമുക്ക് കുഴപ്പമില്ല, ചെറിയ കുട്ടികൾക്ക് കൂടി എത്താനുള്ള ഒരു പ്രയാസം. സാർ നാളെയും വരുന്നുണ്ടോ? നാളെയും ഉണ്ട്. 2 ദിവസം വന്നിട്ട് ഫുൾ അഭിപ്രായം? തീർച്ചയായും. നാളെ ഞങ്ങൾക്ക് ഇനി സംഘം നൃത്തമുണ്ട്. നാളെ നമുക്ക് സ്കൂളിൽ ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട്. നാളെ ഉണ്ട്, മറ്റന്നാളും ഉണ്ട്, 3 ദിവസമുണ്ട്. ഓക്കെ. എന്തായാലും നിങ്ങൾ പരിപാടി സ്കൂൾ മൊത്തത്തിൽ ഗുഡാണ്. ചെറിയ അപാകതകൾ അത് സ്വാഭാവികത്തിലും ഒരു പരിപാടി നടക്കുമ്പോൾ അത് ഉണ്ടാവുന്നല്ലാതെ ബാക്കിയെല്ലാം വളരെ ഗുഡായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല സാർക്ക് മൊത്തത്തിൽ ഇഷ്ടമായി? ഇഷ്ടം. താങ്ക് യു സർ. ഞങ്ങൾ ഈ സ്കൂളിലെ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ സ്കൂളിനെ കുറിച്ചും കലോത്സവത്തെ കുറിച്ചും റിവ്യൂ എടുക്കാൻ വേണ്ടിയാണ്. ഓക്കെ. ടീച്ചറാണ്? അതെ, ടീച്ചറാണ്. GB UPS തത്തമംഗലം. അതെ. സ്കിറ്റ്, ഇംഗ്ലീഷ് സ്കിറ്റ്. ഇല്ല, ഞങ്ങൾ കുറെ പേരുണ്ട്, ഒരു 41 കുട്ടികളുണ്ട്. വളരെ നല്ല സറൗണ്ടിങ്സ് ആണ്. സ്റ്റേജ് അറേഞ്ച്മെന്റ്സും ഗ്രീൻ റൂംസും ഒക്കെ അടുത്തായതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സൗകര്യമാണ്. നല്ല പ്രോഗ്രാം, പക്ഷെ പ്രോഗ്രാംസ് വളരെ പതുക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഒരു ലാഗിങ് വരുന്നുണ്ട്. അറിയില്ല, ഞങ്ങളുടെ സ്കിറ്റ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും എന്നറിയില്ല. ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടമായി. ഫുഡ് നല്ല ഫുഡായിരുന്നു, നന്നായിരുന്നു, കംഫർട്ടബിൾ ആണ്. ഇനി 1-ാം തീയതിയും കൂടെ വരുന്നത്, ലാസ്റ്റ്. ഓക്കെ. നന്നായിരുന്നു. നല്ല അറ്റ്മോസ്ഫിയർ ആണ്, നല്ല സ്പേഷ്യസ് ആണ് സ്കൂള്. അതുകൊണ്ട് തന്നെ നന്നായിട്ടുണ്ടായിരുന്നു, ഫീൽ ചെയ്യുന്നു. താങ്ക് യു. ഞങ്ങൾ ഈ സ്കൂളിലെ ഭാഗത്ത് നിന്ന് സ്റ്റുഡൻസ് കുറച്ച് കലോത്സവത്തിനെ കുറിച്ച് റിവ്യൂ എടുക്കാൻ വേണ്ടി വന്നു. ടീച്ചറാണ്? ടീച്ചറാണ്. ഞാൻ സ്കൂൾ ടീച്ചറല്ല, ഡാൻസ് ടീച്ചറാണ്. പിള്ളേരെ വിളിച്ചു വന്നാണ്? പിള്ളേരെ വിളിച്ച് വന്നാള്. ഇന്നലെ എന്റെ കുട്ടിക്ക് തന്നെയാണ് ഹൈസ്കൂൾ വിഭാഗം ഫോക്ക് 1-ാം സ്ഥാനം കിട്ടിയിരിക്കുന്നത്. എന്ത് പ്രോഗ്രാം? നാടോടി നൃത്തം, HS ഗേൾസ്. ഇവിടെ സ്കൂളിലെ സറൗണ്ടിങ്സ് ഒക്കെ ടീച്ചർക്ക് നല്ലതാണ്. ഞാനും മത്സരിച്ച സ്കൂളാണിത്. അതേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മത്സരിച്ച സ്കൂളാണ്. ഒരു പ്രശ്നമില്ല. പരിപാടികൾ ചെറിയ കാലതാമസങ്ങൾ എടുക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ, വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. സാർമാരുടെ സൈഡിൽ നിന്നാണെങ്കിലും ഒക്കെ നല്ല സൗകര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്, ബുദ്ധിമുട്ടൊന്നുമില്ല. വെൽക്കം ചെയ്ത രീതിയൊക്കെ ടീച്ചർ നന്നായിരുന്നു, കുഴപ്പമൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെയാണ് വെൽക്കമിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. NSS ക്യാൻറ്റീനിൽ കയറിയത്? NSS ക്യാൻറ്റീനിൽ ഞാൻ കയറിയില്ല, പക്ഷെ എന്റെ അച്ഛൻ അതിന്റെ ഉള്ളിൽ തന്നെയാണ്. 24/7 ചായ കുടിച്ചോണ്ടിരിക്കുന്നുണ്ട് പുള്ളി അതിന്റെ ഉള്ളിൽ. അപ്പൊ ഫുള്ള് കംഫർട്ടബിൾ ആണ്, പ്രശ്നമൊന്നുമില്ല. ഫുഡ് എല്ലാം നല്ല ഫുഡ്. ഞാൻ കഴിച്ചില്ല, പക്ഷെ കഴിച്ചവരെല്ലാവരും നല്ല ഫുഡ് എന്നാണ് അഭിപ്രായം പറഞ്ഞത്. അപ്പൊ ടീച്ചർക്ക് മൊത്തത്തിൽ കംഫർട്ടബിൾ ആണ്. വളരെ മനോഹരമായി തന്നെ മത്സരങ്ങൾ പുരോഗമിക്കുന്നു എല്ലാ ദിവസവും. ഇനി ഉണ്ട്, നാളെ ഗ്രൂപ്പ് ഡാൻസ് ഉണ്ട്. നാളത്തോടു കൂടി എന്റെ കുട്ടികളുടെ കഴിഞ്ഞു. നാളെയും കൂടെ ടീച്ചർ ഫുൾ? തീർച്ചയായിട്ടും. താങ്ക്സ്. സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് സ്റ്റുഡൻസ് ആയിട്ട് കുറച്ച് കലോത്സവത്തെ കുറിച്ച് ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഇവിടെ ടീച്ചറാണ് സാർ? ഏത് സ്കൂളിൽ? ഇവിടെ പിള്ളേരെ വിളിച്ചിട്ട് വന്നതാണ്. അപ്പൊ സാർക്ക് ഇവിടെ സ്കൂള് സറൗണ്ടിങ്സ് ഒക്കെ എങ്ങനെ ഇഷ്ടമാണ്? വളരെയധികം ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിൽ വളരെ നല്ല രീതിയിൽ ഉള്ള ഒരു സ്കൂളാണ്. പ്രത്യേകിച്ച് പുതിയൊരു കെട്ടിട സംവിധാനമൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഇതുപോലെയുള്ള മേളകൾ നടത്തും. വളരെ നല്ല കംഫർട്ടായിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ്. അതുപോലെ തന്നെ UP സ്കൂള് നല്ല രീതിയിൽ നടത്താനുള്ള സാഹചര്യം. ഫുഡൊക്കെ ഭക്ഷണം കമ്മിറ്റിയുടെ ഭാഗം കൂടിയാകുമ്പോൾ അതേപ്പറ്റി ഞാൻ പറയുന്നത് ശരിയില്ല. എന്തായാലും മാക്സിമം നല്ല രീതിയിലാണ് നമ്മളെ കൊടുത്തിരിക്കുന്നത്. പങ്കെടുത്ത മുഴുവൻ ആൾക്കാർക്കും, അതുപോലെ പാർട്ടിസിപ്പൻസും, അതുപോലെ എക്സ്പോർട്ടിംഗ് ടീച്ചേഴ്സിനും, പറ്റാവുന്ന രക്ഷിതാക്കൾക്കും എല്ലാവർക്കും വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണമാണ് നൽകാൻ കൊടുക്കുന്നത്. പ്രത്യേകിച്ചിട്ട് ഇവിടുത്തെ നല്ലവരായിട്ടുള്ള നാട്ടുകാരുടെയും അതുപോലെ തന്നെ ടീച്ചേഴ്സിന്റെയും അതുപോലെ തന്നെ ഈ വിദ്യാലയത്തിലത്തെ NSS വോളണ്ടിയേഴ്സ് ഒരു നല്ല ആത്മാർത്ഥമായിട്ടുള്ള സേവനമാണ് അവിടെ ചെയ്തത്. അതും പ്രത്യേകം. സാർ NSS ക്യാൻറ്റീനിൽ കയറിയത്?
NSS ക്യാൻറ്റീൻ ഞാൻ സന്ദർശിച്ചില്ല. ഇവിടെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്ന് നിങ്ങളുടെ പ്രിൻസിപ്പളോ പറഞ്ഞു. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ. അപ്പൊ സമയം കിട്ടുകയാണെങ്കിൽ അവിടെയും കൂടെ ഒന്ന് കയറിയിട്ട് അതിന്റെ അഭിപ്രായം അല്ല NSSന്റെ ക്യാൻറ്റീൻ ഇവിടെ ഉണ്ട്. അവന്റെ കൈ തീർച്ചയായിട്ടും ടീച്ചേഴ്സിനെ എങ്ങനെ വെൽക്കം ചെയ്ത രീതിയൊക്കെ സാർക്ക് ഇഷ്ടമായി? നല്ല രീതിയിലുള്ള ആതിഥ്യ മര്യാദ നല്ല രീതിയിലുള്ള സാർക്ക് മൊത്തത്തിൽ കംഫർട്ടാണ്. നീ നാളെയും മറ്റന്നാളൊക്കെ വരുന്നു സാർ? നാളെയും മറ്റന്നാളും ഇപ്പൊ നമ്മള് പരിപാടിയിൽ വേറൊരു പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. കമ്മിറ്റി ആണെങ്കിലും പ്രോഗ്രാം കമ്മിറ്റി ആയിരുന്നു. അപ്പൊ നല്ല രീതിയിൽ 2 ദിവസം കൂടി ഉണ്ട്. അത് കൂടിയിട്ട് നല്ല രീതിയിൽ നടത്താൻ കൊടുത്ത നിങ്ങളെപ്പോലുള്ള കുട്ടികളും അതുപോലെ തന്നെ സ്റ്റാഫുകളും ഇത് നല്ലൊരു മേളയാക്കാനുള്ള സംവിധാനം, ഇവിടുത്തെ ഒരു കൾച്ചർ, നമ്മളുടെ ഒരു സംസ്കാരം കൂടി ആക്കാൻ, പ്രദേശത്തെ ഒരു ഉത്സവമാക്കാൻ. ചിറ്റൂർ ഉപജില്ലാ കലോത്സവവുമായി ബന്ധപ്പെട്ട് ശ്രീകൃഷ്ണ സ്കൂളിൽ നടത്തുന്ന NSS വോളണ്ടിയേഴ്സ് നടത്തുന്ന ഈ ടു കടയെ കുറിച്ചുള്ള അഭിപ്രായം എന്താ ചേച്ചിക്ക്? ചിറ്റൂർ ഉപജില്ലയിൽ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS വോളണ്ടിയേഴ്സ് നടത്തുന്ന E2 കടയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ കടനെ കുറിച്ചിട്ട് എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ നല്ലൊരു കടയാണ്. NSS വോളണ്ടിയേഴ്സ് നടത്തുന്ന കടയായതുകൊണ്ട് തന്നെ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാ വിഭവങ്ങളും തരുന്നത്. അവരോട് സ്നേഹത്തോടെയാണ് നമ്മളോട് പെരുമാറിയിട്ട് ഓരോന്ന് ചോദിക്കുന്നതും എല്ലാം. ഇവിടെ എല്ലാം നീറ്റ് ആൻഡ് കാമാണ്. അപ്പൊ ആർക്ക് വേണേലും ഈ കടയിൽ വന്നിട്ട് ഓരോ വിഭവങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തുന്ന NSS വോളണ്ടിയേഴ്സ് നടത്തുന്ന E2 കടയെ കുറിച്ചുള്ള അഭിപ്രായം എന്താ ടീച്ചർക്ക്? വളരെ നല്ലൊരു അഭിപ്രായമാണ്. കാരണം E2 കട എന്ന് പറഞ്ഞിട്ട് പേര് തന്നെ വെറൈറ്റി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ NSSന്റെ കുട്ടികളെ വളരെ നല്ല സജീവമായിട്ട് പ്രവർത്തിക്കുന്ന കുട്ടികളാണെന്ന് മനസ്സിലായി. ഇതിലെല്ലാ വോളണ്ടിയേഴ്സും വളരെ ആക്റ്റീവ് ആയിരുന്നു. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഒരു ചൂടുള്ള സമയത്ത് ചില വേദികളിലെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഐസ്ക്രീമുമായിട്ട് അതുപോലെ തന്നെ സ്നാക്സുമായിട്ടൊക്കെ ചില വോളണ്ടിയേഴ്സ് അവിടെ വന്നിട്ട് വേണോന്ന് ചോദിച്ചു. അത് വളരെ ആശ്വാസമാണ്. അതുപോലെ തന്നെ ഇത് ചാരിറ്റിക്ക് വേണ്ടിയാണ് യൂസ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പൊ പുതുതലമുറ ചാരിറ്റിയെ ഉൾക്കൊള്ളുകയും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു വർക്ക് ചെയ്യാൻ സെൻമെൻസ് കാണിക്കുകയും ചെയ്ത പുതിയ തലമുറയെ എന്തായാലും ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ അധ്യാപകർക്കും അതുപോലെ തന്നെ ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജമാവട്ടെ, ഇതൊരു മാതൃകയാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ടീച്ചറുടെ അഭിപ്രായങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയതിൽ നന്ദി. താങ്ക് യു. ചിറ്റൂർ ഉപജില്ലാ കലോത്സവം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുകയാണ്. ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന NSS യൂണിറ്റിന്റെ പ്രോഗ്രാം ഓഫീസർ ആയിരുന്നു സാർ. E2 കട ഇടാനുള്ള ഉദ്ദേശം എന്തായിരുന്നു? 2012 ശേഷം നല്ലേപ്പള്ളി ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ ചിറ്റൂർ ഉപജില്ലാ കലോത്സവം വീണ്ടും വന്നെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ചിറ്റൂർ ഉപജില്ലയിലെ പല സ്കൂളുകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളും അവരുടെ ടീച്ചേഴ്സും രക്ഷിതാക്കളും എത്തുന്ന ഈ സന്ദർഭത്തിൽ അവർക്ക് വേണ്ടുന്ന അല്ലെങ്കിൽ അവർക്ക് ആതിഥ്യം വരളുക എന്നൊരു ലക്ഷ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ NSS യൂണിറ്റ് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഒരു കട ഇവിടെ ആരംഭിച്ചത്. മറ്റൊരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രോഫിറ്റ് ഞങ്ങൾക്ക് NSSന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും മറ്റും ഉപയോഗിക്കുക എന്നുള്ളതുമായിരുന്നു. വളരെ നല്ല രീതിയിൽ എല്ലാ സ്കൂളിൻ്റെയും നല്ല രീതിയിലുള്ള സഹകരണങ്ങൾ കൊണ്ടും അതേപോലെ തന്നെ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിൻ്റെയും സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നുമുള്ള സഹായങ്ങൾ കൊണ്ടും നമ്മുടെ വിദ്യാർത്ഥികൾ ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ച് വളരെ ഗംഭീരമായ രീതിയിൽ ഞങ്ങൾക്ക് ഈ സംരംഭം കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഞങ്ങൾ ഇതിനകത്ത് ലാഭം മാത്രമല്ല പ്രതീക്ഷിക്കുന്നത്, ഇതിൽ നിന്ന് ഈ ഒരു ഉദ്യമത്തിൽ പങ്കെടുക്കുമ്പോൾ കുട്ടികൾക്കുണ്ടാകുന്ന സ്വാഭാവികമായ ഒരു മാനസിക വികാസമാണ് ഇതുകൊണ്ട് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. ഉപജില്ലാ കലോത്സവം ശ്രീകൃഷ്ണയുടെ മണ്ണിൽ അരങ്ങേറുകയാണല്ലോ. അതുമായി ബന്ധപ്പെട്ട് സെന്റ് പോൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളായ ജസ് സാറിനോട് അഭിപ്രായങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ശ്രീകൃഷ്ണ സ്കൂളിൽ സബ് ജില്ല നടക്കുന്ന യൂത്ത് ഫെസ്റ്റിവലിനെ കേട്ടറിവുണ്ട്. സ്കൂൾ മനോഹരമായിട്ട് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് സ്കൂൾ കഴിഞ്ഞ് ഞാൻ ഇവിടെ എത്തിയത്. അങ്ങനെ ചെന്നപ്പോൾ കുട്ടികളുടെ സ്നേഹത്തോടു കൂടി കുട്ടികളുടെ E2 കടയ്ക്ക് എന്നെ സ്വാഗതത്തോടെ അറിയിച്ചു. സ്നേഹത്തോടെ മധുരത്തോടെ ഒരു ചായം തന്നു.
കടി അവർ സ്വന്തം ഉണ്ടാക്കിയ കടിയും തന്നു. അതിമനോഹരമായിട്ടാണ്, എല്ലാം യൂസർ ഫ്രണ്ട്ലി ആണ്, വളരെ അഡ്വാൻസ്ഡ് ആണ് ശ്രീകൃഷ്ണ സ്കൂൾ NSS യൂണിറ്റ് ഇതിന് ചെയ്തിരിക്കുന്നത്. അവർക്ക് എൻ്റെ സ്നേഹം നിറഞ്ഞ സെൻറ്റ് പോൾസ് യൂണിറ്റിന് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. വളരെ സ്നേഹത്തോടു കൂടി ഒരാൾ പെരുമാറുകയും അതിൻ്റെ കിച്ചൺ യൂണിറ്റ് വളരെ വൃത്തിയായിട്ടെല്ലാം ചെയ്തിട്ടുണ്ട്. ഫീഡ് പ്രോട്ടോകോൾ പാലിച്ചിട്ടാണ് NSS യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. അതിന് ഹാർട്ടി കൺഗ്രാജുലേഷൻസ് ടു ഓൾ ദി NSS യൂണിറ്റ്. ഇനിയും അവർ NSS വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു.